നമസ്കാരം. ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം ഏക മനസ്സോടെ ഒരേപോലെ മുന്നിൽ കാണുന്ന ഒരു ലക്ഷ്യമാണ് സുസ്ഥിര ഊർജഭാവി. പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലേക്കും ഗ്രീൻ എനർജിയിലേക്കുമുള്ള പ്രയാണത്തിലാണ് ഓരോ രാജ്യവും. ഈ ഊർജമാർഗങ്ങൾ വിവിധ തരത്തിൽ വിനിയോഗപ്പെടുത്തുന്നതിനായുള്ള പുതുപരീക്ഷണങ്ങൾ ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. സൗരോർജം, കാറ്റ്, ജലം, ഭൗമതാപം പോലുള്ള വിവിധ പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനാകുമെന്ന ചർച്ചകളിലും ഗവേഷണങ്ങളും അതിന്റെ ഭാഗമായി മുന്നോട്ടു പോകുന്നു. അതിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കം ഏറെ ശ്രദ്ധേയമാണ്. കാറ്റിൽ നിന്നുള്ള ഊർജ ഉൽപാദനത്തിനാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മുൻതൂക്കം നൽകുന്നത്. ഈ രാജ്യങ്ങൾ കാറ്റാടി വൈദ്യുതി ഉൽപാദന പദ്ധതികൾക്കായി വൻ നിക്ഷേപമാണ് നടത്തിവരുന്നതും. അടുത്തിടെ ഹാംബർഗിൽ നടന്ന നോർത്ത് സീ ഉച്ചകോടിയിൽ 10ഓളം യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു വൻ കടൽ തീര കാറ്റാടി ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയുണ്ടായി. ബ്രിട്ടൻ, ബെൽജിയം, ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, ഐസ്ലാൻഡ്, അയർലൻഡ്, ലക്സംബർഗ്, നെതർലാൻഡ്സ്, നോർവേ എന്നീ രാജ്യങ്ങളാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. ഈ കരാർ പ്രകാരം നോർത്ത് സീ കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്ന പുതിയ കാറ്റാടി ഊർജ പദ്ധതിയിൽ നിന്നും 2050 ആകുമ്പോഴേക്കും 100 ഗിഗാവാട്ട് കാറ്റധിഷ്ഠിത ഊർജം സാധ്യമാക്കുമെന്ന പ്രഖ്യാപനവും നടത്തിക്കഴിഞ്ഞു. ഈ മെഗാ പദ്ധതിയിൽ നിന്നും 143 ദശലക്ഷം വീടുകൾക്ക് ആവശ്യമായ വൈദ്യുതി നൽകുക എന്ന ലക്ഷ്യമാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മുന്നിൽ കാണുന്നത്. പദ്ധതിയുടെ ചെലവ് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഏകദേശം 1000 ബില്യൺ യൂറോയോളം ഇതിനായി മാറ്റിവെക്കപ്പെടുമെന്നാണ് സൂചന. ഇത്തരത്തിൽ വൻ കാറ്റാടി ഊർജ പദ്ധതിക്കായി യൂറോപ്പ് കളമൊരുക്കി വരുന്നതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാറ്റാടി ഊർജ പദ്ധതികളെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നടത്തിയത്. ഇക്കഴിഞ്ഞ മാസം ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ ഡൊണാൾഡ് ട്രംപ് ഹരിത ഊർജ നയങ്ങളെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പെന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. യൂറോപ്പിലുടനീളം കാറ്റാടി മില്ലുകൾ ഉയർന്നു വരികയാണെന്നും അതൊക്കെ ഒരു പ്രയോജനവുമില്ലാതെ പരാജയമടയുമെന്നും അദ്ദേഹം പറഞ്ഞു. കാറ്റാടി മേഖലയിൽ യാതൊരുവിധ ചിന്തയുമില്ലാതെ നിക്ഷേപം നടത്തുന്ന രാജ്യങ്ങൾ വെറുതെ പണം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാറ്റാടി ടർബൈനുകൾ പ്രകൃതി ദൃശ്യങ്ങളെ നശിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ ഗ്രീൻ ഡീലിനെ ഒരു അഴിമതിയായും അദ്ദേഹം മുദ്രകുത്തുകയുണ്ടായി. മണ്ടന്മാർ കാറ്റാടി മില്ലുകൾ ഒരുക്കുന്നുവെന്നും ട്രംപ് പരിഹസിച്ചു. എന്നാൽ ട്രംപിന്റെ ഈ പുച്ഛം നിറഞ്ഞ പരാമർശങ്ങളൊന്നും ഗൗനിക്കാതെ യൂറോപ്യൻ നേതാക്കൾ മുന്നോട്ടു പോവുകയാണ്. അവർ കാലാവസ്ഥാ നയത്തിന്റെയും ദേശീയ ഊർജ സുരക്ഷയുടെയും ദീപസ്തംഭമായാണ് അവർ ലക്ഷ്യം വെക്കുന്ന കടൽ തീര കാറ്റാടി പദ്ധതിയെ കണക്കാക്കുന്നത്. റഷ്യൻ ഇന്ധനത്തിന്റെ ആശ്രിതത്വം കുറയ്ക്കുന്നതിനും അമേരിക്കയിൽ നിന്നുമുള്ള ഇന്ധന ഇറക്കുമതി ഒഴിവാക്കുന്നതിനുമായുള്ള നിർണായക വഴി ഈ പദ്ധതിയിലൂടെ തുറക്കുമെന്നാണ് യൂറോപ്യൻ നേതാക്കൾ വിശദീകരിക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ പുതിയ പദ്ധതി പ്രകാരം കടൽ തീരത്തെ കാറ്റാടി യന്ത്രങ്ങൾക്ക് സമീപം സ്ഥാപിക്കുന്ന ഉയർന്ന വോൾട്ടേജ് കേബിളുകൾ വഴി ഒന്നിലധികം രാജ്യങ്ങൾക്ക് പരസ്പരം വൈദ്യുതി കൈമാറാനുള്ള സാധ്യതയും ഓഫ് ഷോർ കാറ്റാടി പാടങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. ഇതിലൂടെ ഒരു രാജ്യത്ത് മിച്ചമുള്ള വൈദ്യുതി വെറുതെ പാഴാക്കുന്നതിനു പകരം മറ്റു രാജ്യവുമായി അഥവാ ഏറ്റവും ആവശ്യമുള്ള ഗ്രിഡിലേക്ക് ശുദ്ധമായ വൈദ്യുതി ഒഴുകാൻ ഈ സജ്ജീകരണം ഗുണം ചെയ്യും. ഇത് വലിയൊരു ഊർജ പങ്കാളിത്ത മാതൃകയാണ് ലോകത്തിന് നൽകുന്നത്. വാർത്തയുടെ നിറം തേടി തനി നിറം.